അപ്പോൾ ഇന്ന് അവസാന തീയതിയാകുന്ന പ്രധാനപ്പെട്ട 2 യൂണിഫോം പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ യോഗ്യതയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. എന്തായാലും നമുക്ക് വന്നിട്ടുള്ള ഈ വിജ്ഞാപനത്തിന്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ഉള്ള പ്രധാനപ്പെട്ട 2 നോട്ടിഫിക്കേഷനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 15/12/2023 ഗസറ്റഡിൽ വന്നിട്ടുള്ള 2 യൂണിഫോം പോസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് 17/1/2024. ഇന്ന് വൈകുന്നേരം വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാറ്റഗറി നമ്പർ 542/2023 എന്ന കാറ്റഗറി നമ്പറിലൂടെയാണ് ഈ ഒരു വിജ്ഞാപനം വന്നിട്ടുള്ളത്. ഇതിന് അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പറാണ് 542/2023. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് കേരള PSCന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് വളരെ പെട്ടെന്ന് ഇനി പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം. ആദ്യ തസ്തികയുടെ നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പറാണ് 542/2023. അപ്പോൾ ഇത് ക്ഷണിച്ചിട്ടുള്ളത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ്ങിലേക്കാണ്. അപ്പോൾ ഇതിന് പോസ്റ്റ് നെയിം നോക്കുകയാണെങ്കിൽ മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടർ ടെക്നിക്കൽ തസ്തികയിലേക്കായിരുന്നു വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. 1,15,300 രൂപയാണ് ഇതിന്റെ പ്രതിമാസ ശമ്പളം വരെ ലഭിക്കാവുന്ന ഒരു തസ്തികയാണ് ഇതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ വേക്കൻസി നിലവിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെങ്കിലും വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട. SC ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ളവർക്കേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെങ്കിലും ഒരു NCA ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെട്ടിട്ടുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. SC ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. അപ്പോൾ 25 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 2/1/1982 1/1/1998 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവരാണ് അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ളത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് കേരളൻ്റെ കീഴിൽ നിന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതിൻ്റെ ഹൈറ്റും ബാക്കിയുള്ള റിക്വയർമെൻറ്റ് നോക്കുകയാണെങ്കിൽ 165 സെൻറ്റിമീറ്റർ ഉയരം വേണം, 81 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം, 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം, ഐസൈറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. പിന്നെ ഇതിന് ഫിസിക്കൽ ടെസ്റ്റ് ഒന്നും ഇല്ല, എക്സാം എഴുതി പാസ്സായാൽ മതി, ഫിസിക്കൽ വരുന്നില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതാണ് ആദ്യത്തെ തസ്തിക എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക, പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. 5 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണം. പിന്നെ മസ്റ്റ് ഹാവ് വാലിഡ് കറണ്ട് ഹെവി ഡ്യൂട്ടി ഡ്രൈവിംഗ് ലൈസൻസും കൂടി പറയുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് ഈ ഒരു ഡിഗ്രിയുടെ കൂടെ അത്യാവശ്യമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എക്സ്പീരിയൻസും ഹെവി വെഹിക്കിൾ ലൈസൻസും കൂടി ഇതിനാവശ്യമാണ്. അപ്പോൾ ഇതാണ് അടുത്ത നോട്ടിഫിക്കേഷൻ 544/2023 ആണ്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 544/2023 ആണ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ 2 നോട്ടിഫിക്കേഷൻ മാത്രം പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഗസറ്റഡ് ഡേറ്റിൽ അതായത് 15/12/2023 ഗസറ്റഡിൽ ആകെ വന്നിട്ടുള്ള 2 യൂണിഫോം പോസ്റ്റുകൾ ഇതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിഫോം പോസ്റ്റുകൾ ഇത് മാത്രമാണ്. അതുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നുമാണ്. കാറ്റഗറി നമ്പർ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യതയുള്ളവർ അപ്ലൈ ചെയ്യുക. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി തസ്തികയാണ്. അതുപോലെ തന്നെ 91,200 രൂപ വരെ ശമ്പളമുണ്ട്. 2 ഒഴിവാണ് നിലവിൽ റിപ്പോർട്ട് ഉള്ളതെങ്കിലും വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട. SC വിഭാഗത്തിനാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക. വേക്കൻസിൻ്റെ കാര്യം കൺസിഡർ ചെയ്യാതെ യോഗ്യതയുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെങ്കിലും ഷെഡ്യൂൾഡ് കാസ്റ്റിന് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. 19 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത്. 2/1/1987 1/1/2004 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇതിന് അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് BA അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BCom ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എക്സ് സർവീസ് മാൻ ആകുന്ന സമയത്ത് SSLC മതി എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. മാത്രമല്ല ഒരുപാടധികം ഉദ്യോഗാർത്ഥികൾ മിനിമം 10ാം ക്ലാസ് വെച്ച് ഇതിന് അപ്ലൈ ചെയ്തിട്ട് സ്ക്രീൻഷോട്ടൊക്കെ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കേസിൽ നമ്മളൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സാധിച്ചതെന്ന് പറയുകയാണെങ്കിൽ, ഈ ഒരു ക്വാളിഫിക്കേഷൻ്റെ അഭാവതയിൽ അതായത് SC ഉദ്യോഗാർത്ഥികൾക്ക് BA BSc BCom ഈ ഒരു ഡിഗ്രി അതായത് ഈ ഒരു യോഗ്യത ഇല്ലാത്ത പക്ഷം അവർക്ക് മിനിമം 10ാം ക്ലാസ് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുടെ കുറവുണ്ടെങ്കിൽ മിനിമം 10ാം ക്ലാസ് ഉള്ളവരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അതിനാണ് ആ ഒരു ഓപ്ഷൻ കൂടി അവിടെ വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട്. അത് നമ്മൾ മുൻപേ ഉള്ളൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തതാണ്, അതുകൊണ്ട് പറയുന്നില്ല. 10th ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ ഈ ഒരു BA ഒക്കെ ഉള്ളവർക്കാണ് മുൻഗണന ലഭിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. BSc BCom ഒക്കെ ഉള്ളവർക്ക്
SC ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കും. അപ്പോൾ ഇതിന് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് 160 സെന്റിമീറ്റർ പുരുഷന്മാർക്ക് വേണം, 81 സെന്റിമീറ്റർ ചെസ്റ്റ് വേണം, 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ സാധിക്കണം. വനിതകൾക്ക് 150 സെന്റിമീറ്റർ ചെസ്റ്റ് ഉയരം മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ചെസ്റ്റ് ആപ്ലിക്കബിൾ അല്ല, ചെസ്റ്റ് പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ. വനിതകൾക്ക് 150 സെന്റിമീറ്റർ ഉയരം വേണം. ഐസൈറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. പിന്നീട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. എക്സാം പാസ്സാവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വനിതകളായാലും പുരുഷന്മാരായാലും, പുരുഷന്മാരുടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 8 ഫിസിക്കൽ ഐറ്റം ഉണ്ട്. 100 മീറ്റർ ഓട്ടം മുതൽ 1500 മീറ്റർ ഓട്ടം വരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ടൈമും ഡിസ്റ്റൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് ടൈമും അതിൻ്റെ സമയവും ബാക്കിയുള്ള ഡിസ്റ്റൻസും കാര്യങ്ങളും, അതായത് ഒരു ഉദാഹരണം ലോങ് ജമ്പിനുള്ള ഡിസ്റ്റൻസ് 457.20 സെന്റിമീറ്റർ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി. ഏതെങ്കിലും 5 എണ്ണം ക്വാളിഫൈ ചെയ്താൽ മതി, ഫിസിക്കൽ പാസ്സാവും. ഇത് പുരുഷന്മാരുടേതാണ്, നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം. അത് കഴിഞ്ഞാൽ വനിതകൾക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവർക്കും 8 ഐറ്റംസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് വനിതകളും ഏകദേശം 5 എണ്ണം, ഏതെങ്കിലും 5 എണ്ണം പാസ്സായാൽ മതി, അവരും ഫിസിക്കൽ ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനും. മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്നും കൂടി പ്രത്യേകം ഒന്ന് ഓർത്തിരുന്നേക്കുക.